السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഒരിക്കൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വിവരിക്കുകയായിരുന്നു. നാം എല്ലായ്പ്പോഴും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ ജോലി, നമ്മുടെ കർമ്മം, നമ്മുടെ തീരുമാനങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ചാണോ അതോ അല്ലേ? അഥവാ മനുഷ്യൻ ചിന്തിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ വിശദീകരണം ലഭിച്ചില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അത്തരം പ്രവൃത്തികൾ ചെയ്യുക? അതിനുള്ള മാർഗം ഇതാണ്. കടന്നുകഴിഞ്ഞ പഴയകാല പണ്ഡിതന്മാർ അവരുടെ വാക്കുകളും അവരുടെ വിധികളും അവലംബമാക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പറയുന്നു, ഒരിക്കൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, നാം നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള തീരുമാനം എപ്രകാരമാണ് എടുക്കേണ്ടത്? എവിടെ നിന്നാണ് മാർഗനിർദ്ദേശം സ്വായത്തമാക്കേണ്ടത്? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ രീതി ഇതാണ്. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ അനുസരിച്ച് തീരുമാനമെടുക്കുക. അഥവാ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എങ്കിൽ അതിനെ ഹദീസിൽ തിരയുക. അഥവാ ഹദീസിൽ നിന്നും കിട്ടിയില്ല എങ്കിൽ പിന്നീട് ഉമ്മത്തിന്റെ തീരുമാനമനുസരിച്ച് തീരുമാനം കൈക്കൊള്ളുക. ഉമ്മത്ത് എടുത്ത തീരുമാനവും അവലംബിച്ച തെളിവുകളും അനുസരിച്ച് തീരുമാനം കൈക്കൊള്ളുക. ഇവിടെ ഈ കാര്യവും വ്യക്തമാക്കട്ടെ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് ഹദീസിനും മുകളിലാണ്. അതുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങളാണോ സുന്നത്തിൽ നിന്ന് തെളിയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്. അതിനുശേഷമാണ് ഹദീസിന്റെ സ്ഥാനം. സുന്നത്ത് എന്ന് പറയുന്നത് ഏതൊരു പ്രവൃത്തിയാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച് കാണിച്ചു തരികയും സഹാബാക്കൾ അത് പഠിക്കുകയും സഹാബാക്കളിൽ നിന്ന് താബീങ്ങൾ പഠിക്കുകയും താബീങ്ങൾ പഠിക്കുകയും പിന്നീട് അത് ഉമ്മത്തിൽ നിലവിൽ വരികയും ചെയ്തു. ഏതായിരുന്നാലും ഹദ്റത്ത് മുസ്ലിം മൗഊദ് ഈ വിഷയമാണ് വിവരിക്കുന്നത്. നാം നമ്മുടെ ജീവിതം എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹും അവന്റെ റസൂലും നമുക്ക് അനുവാദം നൽകുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചിലർക്ക് ചില സമയത്ത് നന്മ അവരുടെ തലയിൽ കയറുന്നു, പിന്നീട് അതിൽ ഇത്രമാത്രം മുന്നോട്ടു പോകുന്നു, അമിതത്വം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു, തങ്ങളുടെ ജീവനെ മുസീബത്തിൽ അകപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സ്വയം തങ്ങളിൽ അക്രമം ചെയ്യുന്നു. ചിലരുണ്ട്, എന്നല്ല അധിക പേരും അത്തരക്കാരാണ്. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളെ ഉപരിപ്ലവമായ നിലയിൽ എടുക്കുന്നു. അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കാറില്ല. ഈ രണ്ടു വിധത്തിലുള്ള ആളുകളും
അമിതത്വം കാണിക്കുന്നവരോ വേണ്ടവിധം പ്രവർത്തിക്കാത്തവരോ ആയ രണ്ടു കൂട്ടരാണ്. എന്നിട്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളിൽ നിന്ന് പുറത്തു വരുന്നു. നന്മയിൽ ഇങ്ങനെ അമിതത്വം കാണിക്കുന്നവരുടെ ഉദാഹരണം ഉണ്ട്. ഒരു സ്ത്രീയുടെ ഉദാഹരണം അവിടുന്ന് നൽകുകയുണ്ടായി. അവർ അനുവദനീയമല്ലാത്ത രീതിയിൽ നന്മയുടെ പേരിൽ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു. അത് യഥാർത്ഥത്തിൽ നന്മയല്ല. കാരണം അള്ളാഹുവും അവന്റെ റസൂലും അതിനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഞാൻ വിവരിക്കാൻ പോകുന്ന ഈ സംഭവത്തിൽ അത്തരക്കാർക്കും ഒരു പാഠമുണ്ട്. ആരാണോ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ചില സമയത്ത് നൽകുന്നത്, എന്നാൽ അവരുടെ എല്ലാ സ്വപ്നവും സത്യസന്ധമാണ്, അതിനൊരർത്ഥമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാനത്തായിരിക്കുകയില്ല അവർ ഉണ്ടായിരിക്കുക. ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഇന്നൊരു സ്ത്രീ നമ്മുടെ ഇവിടെ വന്നു. അവർ കാദിയാനിലെ ഒരു പഴയ സ്ത്രീയാണ്. അവരുടെ ബുദ്ധിക്ക് എന്തോ അല്പം കുറവുണ്ട്. അവർ പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു ഹസ്രത്ത് മസീഹ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം വരികയും എന്നിട്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു, അഥവാ നീ 6 മാസം തുടർച്ചയായി നോമ്പെടുക്കുകയാണ് എങ്കിൽ ഖലീഫത്തുൽ മസീഹിന് ആരോഗ്യം ലഭിക്കും. ഇത് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു രോഗിയായിരുന്ന സമയത്തെ കാര്യമാണ്. എന്നാൽ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഏതെല്ലാം പണ്ഡിതന്മാരോടാണോ ഇതിനെക്കുറിച്ച് ചോദിച്ചത് അവർ നൽകിയ മറുപടി തുടർച്ചയായി 6 മാസം നോമ്പെടുക്കുക എന്നത് അനുവദനീയമല്ല. പിന്നീട് അവർ പറഞ്ഞു, മിയാ ബഷീർ അഹമ്മദ് സാഹിബ് പറഞ്ഞു, തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും നോമ്പ് നീ എടുക്കുക പറഞ്ഞു. എന്നാൽ ഇതിനുശേഷം ഞാൻ വീണ്ടും സ്വപ്നത്തിൽ കണ്ടു ഹസ്രത്ത് മസീഹ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു 6 മാസം തുടർച്ചയായി നോമ്പെടുക്കണമെന്ന്. പിന്നെ നീ എന്തുകൊണ്ടാണ് തുടർച്ചയായി നോമ്പെടുക്കാത്തത്? ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുകയാണ്, ഞാൻ പറഞ്ഞു, നിന്റെ സ്വപ്നം ഹസ്രത്ത് മസീഹ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമുകളെക്കാൾ മുകളിലല്ല. ഹസ്രത്ത് മസീഹ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, അഥവാ എന്റെ ഏതെങ്കിലും ഒരു ഇൽഹാം വിശുദ്ധ ഖുർആനും സുന്നത്തിനും എതിരാണ് എങ്കിൽ ഞാൻ അതിനെ തൊണ്ടയിൽ നിന്ന് കഫം വൃത്തിയാക്കി കളയുന്നത് പോലെ വലിച്ചെറിയും. ഹസ്രത്ത് മസീഹ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വഹികളെ വിശുദ്ധ ഖുർആനുമായും സുന്നത്തുമായും ഇത്രയധികം യോജിപ്പിക്കുമ്പോൾ നമുക്കും നമ്മുടെ സ്വപ്നങ്ങളെ അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്ക് കീഴിൽ കൊണ്ടുവരേണ്ടതായി വരും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് തെളിയുന്നതാണ്, ഉമ്മത്തിലെ ആളുകളെ തുടർച്ചയായി ദീർഘകാലം നോമ്പ് നോക്കുന്നതിൽ നിന്ന് അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. നിനക്ക് ഈ കൽപ്പനകൾക്ക് വിരുദ്ധമായി സ്വപ്നമുണ്ടായാൽ അത് സാത്താനികമാണ് എന്ന് മനസ്സിലാക്കപ്പെടും. അഥവാ മസീഹ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ശരി, അതിനെ ദൈവീകമായി മനസ്സിലാക്കപ്പെടുകയില്ല. ദൈവീക സ്വപ്നമായിരുന്നുവെങ്കിൽ അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുക. അതിനെ ഖണ്ഡിക്കുകയല്ല ചെയ്യുക. അതുകൊണ്ട് സ്വപ്നം വിശുദ്ധ ഖുർആനും റസൂൽ തിരുമേനിയുടെ ഫത്വയ്ക്കും സുന്നത്തിനും എതിരാണ് എങ്കിൽ അത് ഏതായിരുന്നാലും തിരസ്കരിക്കാൻ യോഗ്യമായതായി മനസ്സിലാക്കും. കാരണം വിശുദ്ധ ഖുർആനെതിരിൽ ഒരു സ്വപ്നവും സത്യമാകാൻ സാധ്യമല്ല. സുന്നത്തിനെതിരിലും ഒരു സ്വപ്നവും സത്യമാകാൻ തരമില്ല. സഹീഹായ ഹദീസിനെതിരിലും ഒരു സ്വപ്നവും സത്യമാകാൻ തരമില്ല. നന്മയാണെങ്കിൽ പോലും സ്വപ്നത്തെ അടിസ്ഥാനമാക്കുന്നത് തങ്ങളുടെ ശക്തിയില്ലാത്ത പ്രയാസങ്ങളിൽ അകപ്പെടുത്തുന്നത് ഇത് തെറ്റായ കാര്യമാണ്. ഇത് തെറ്റാണ് എന്ന് മാത്രമല്ല, സൽക്കർമ്മവുമല്ല. ചിലപ്പോൾ അത് പാപമായി മാറും. എന്നാൽ ആരെയാണോ അള്ളാഹുവിന്റെ നിയോഗിതനാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുമായി അള്ളാഹുവിന്റെ പെരുമാറ്റം തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് സാധാരണ ജനങ്ങളുടേതുപോലെ ആയിരിക്കുകയില്ല. അവരെ മറ്റേതെങ്കിലും ഒരു സാധാരണ വ്യക്തിയുമായി താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. ഈ സംഭവത്തിൽ നിന്ന് ആർക്കെങ്കിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം 6 മാസം നോമ്പ് വെച്ച സംഭവത്തെക്കുറിച്ചും ചിന്ത ഉണ്ടായേക്കാം. ഇതിനെക്കുറിച്ച് വ്യക്തമാക്കട്ടെ, അങ്ങേ അള്ളാഹു നുബുവത്തിന്റെ സ്ഥാനത്ത് ഉയർത്തണമായിരുന്നു. മറ്റൊന്ന്, സ്വയം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അവിടുന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഉപദേശമാണ് നൽകിയിരിക്കുന്നത്? അത് ഞാൻ വിവരിക്കാം. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ
ഇപ്രകാരം സംഭവിച്ചു. ഒരു പ്രായമുള്ള പരിശുദ്ധ രൂപിയായ മഹാത്മാവ് സ്വപ്നത്തിൽ എനിക്ക് കാണിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഒരളവോളം വ്രതം ആകാശീയ പ്രകാശത്തിന് മുന്നോടിയായി എടുക്കുന്നത് നുബുവത്തിന്റെ കുടുംബത്തിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബിമാരുടെ ഈ സുന്നത്ത് ഞാനും അനുവർത്തിക്കണം എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ കുറച്ചുകാലം തുടർച്ചയായി വ്രതമെടുക്കുന്നത് ഉചിതമായി കരുതി. ഇത്തരത്തിലുള്ള വ്രതാനുഷ്ഠാനത്തിലൂടെ എന്റെ അനുഭവത്തിൽ വന്ന കാര്യം സൂക്ഷ്മമായ ജാഗ്രതാ ദർശനങ്ങൾ ആണ്. അത് ആ കാലത്ത് എന്നിൽ തുറന്നു. അള്ളാഹു അതിനുശേഷം ഇൽഹാമിന്റെയും കഷ്ഫിന്റെയും ഒരു പരമ്പര തന്നെ ആരംഭിച്ചു. പിന്നീട് അവിടുന്ന് എന്തെല്ലാമാണ് സംഭവിച്ചത് എന്നതിന്റെ അല്പം വിശദീകരണം കേൾപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ചുരുക്കത്തിൽ ഈ കാലയളവിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എന്നിൽ തുറക്കപ്പെട്ട അത്ഭുതങ്ങൾ അത് വിവിധ തരത്തിലുള്ളവയായിരുന്നു. ഇതോർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ എല്ലാവർക്കും ഈ ഒരു ഉപദേശം നൽകുന്നില്ല. അവർ അപ്രകാരം ചെയ്യുന്നതിനു വേണ്ടി ഞാൻ സ്വയം ഇത് എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ഓർത്തുകൊള്ളുക, ഞാൻ വ്യക്തമായ കശ്ഫിലൂടെ അള്ളാഹുവിൽ നിന്ന് അറിവ് കരസ്ഥമാക്കിയാണ് ശാരീരിക പ്രയാസത്തിൽ നിന്ന് 8-9 മാസം ഭാഗം കരസ്ഥമാക്കുകയും പട്ടിണിയുടെയും ദാഹത്തിന്റെയും രുചി അറിയുകയും ചെയ്തത്. പിന്നീട് ഈ രീതി അനുഷ്ഠിക്കുന്നത് ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങേക്ക് അള്ളാഹു ഒരു സ്ഥാനം നൽകണമായിരുന്നു. അതുകൊണ്ടാണ് അനുവാദം ഉണ്ടായത്. പിന്നീട് അവിടുന്ന് അതുപോലെ പ്രവർത്തിച്ചില്ല. മറിച്ച് പറയുമായിരുന്നു, ഞാൻ ഇടക്കിടക്ക് നോമ്പ് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ തന്നെ വിശ്വസിക്കുന്നവരെയും ഇപ്രകാരം പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവിടുന്ന് വിലക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അവിടുന്ന് വന്ന് ഒരു ജമാഅത്ത് കൂടി രൂപീകരിച്ച് ഒരുപാട് കുഴപ്പം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളിൽ അദ്ദേഹം 73ാമത്തെ ഒരു കക്ഷിയുണ്ടാക്കി. ഭിന്നത കുറയ്ക്കേണ്ട ആവശ്യമാണ് ഉണ്ടായിരുന്നത്. ഇതിന് നേരെ മറിച്ച് മറ്റൊരു വിഭാഗം കൂടി ഉണ്ടാക്കി കൂടുതൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങൾ പ്രവാചകന്മാരുടെ നിയോഗകാലപ്പെടാറുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേലും ഇതേ ആരോപണം തന്നെയാണ് മക്കക്കാർ ഉന്നയിച്ചത്. സഹോദരന്മാരെ പരസ്പരം അകറ്റി ഞങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി, ഛിദ്രതയുണ്ടാക്കി, ശത്രുതയുണ്ടാക്കി. എന്നാൽ കുഴപ്പം അവരിൽ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങളിലും ഉള്ളത്. കുഴപ്പം അവരിൽ മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അള്ളാഹു നബിയെ അയക്കുന്നത് കുഴപ്പം ദൂരീകരിക്കുന്നതിനു വേണ്ടിയാണ്. ഒരു കയ്യിൽ ഒരുമിച്ചുകൂടി ഇവർ ഒന്നായിത്തീരുന്നതിന് വേണ്ടിയാണ്. ആരാണോ വിശ്വസിക്കുന്നത് അവർ സമാധാനത്തിലാകുന്നു, ഒന്നായി മാറുന്നു, കുഴപ്പങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മറ്റുള്ളവർ എതിരാളികൾ കുഴപ്പങ്ങളിൽ അകപ്പെടുന്നു. നമുക്ക് എതിരാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എത്ര തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചാലും ഇവർ പരസ്പരം ഭിന്നിപ്പിലാണ് നിലകൊള്ളുന്നത്. ഇവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുകയാണ്, ഒന്നല്ല. പരസ്പരമുള്ള എതിർപ്പുകൾ ഇവരുടേത് എന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഏതുവരെ ഇവർ ഇമാമിനെ വിശ്വസിക്കുന്നില്ലയോ അതുവരെ ഇത് നടന്നുകൊണ്ടിരിക്കും. ഇവർ നമ്മെ മുസ്ലിം എന്ന് പറഞ്ഞാലും അമുസ്ലിം എന്ന് പറഞ്ഞാലും ശരി, ഇവർ എന്ത് തന്നെ പേര് വെച്ചാലും ശരി, നാം അള്ളാഹു നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലും യഥാർത്ഥ മുസ്ലിങ്ങളാണ്. നാം ഈ പേര് പറയുന്നതിൽ നിന്ന് നമ്മെ ആർക്കും തടയാനും സാധ്യമല്ല. ഹദ്റത്ത് മുസ്ലിം മൗദ് ഈ കുഴപ്പങ്ങളുടെ ചിത്രം വിവരിച്ചുകൊണ്ട് പറയുന്നു. ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഒരിക്കൽ ഒരു അഹ്ലെ ഹദീസുകാരൻ ഹനഫികളോടൊപ്പം അവരുടെ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുകയായിരുന്നു. അത്തഹിയാത്തിൽ അയാൾ ഷഹാദത്തിന്റെ സമയത്ത് വിരൽ ഉയർത്തി. അയാൾ വിരൽ ഉയർത്തിയ ഉടനെ എല്ലാ മുക്തദികളും നമസ്കാരം ഒഴിവാക്കി അയാളുടെ മേൽ വീണു.
എന്നിട്ട് ഹറാമി ഹറാമി എന്ന് പറയാൻ തുടങ്ങി. അതായത് ഹനഫികളിൽ ഷഹാദത്തിന്റെ സമയത്ത് വിരൽ ഉയർത്തുന്ന വിശ്വാസം ഇല്ല. അവർ നമസ്കരിക്കുകയാണ്. നമസ്കാരം മുറിക്കുന്നത് എത്രമാത്രം വലിയ പാപമാണ് എന്നൊന്നും ചിന്തിച്ചില്ല. നമസ്കാരം ഒഴിവാക്കി അയാളുടെ വിരലിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമസ്കാരം ഒഴിവാക്കി അയാളെ അടിക്കാനും ചീത്ത വിളിക്കാനും തുടങ്ങി. ഹദരത്ത് മുസ്ലിമോദ് പറഞ്ഞു, ഈ കുഴപ്പം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പരിഷ്കരണമാണ് നടത്തിയത്. മുറിവ് ഏൽപ്പിക്കുന്നവനാണ് കുഴപ്പക്കാരൻ. ആരെങ്കിലും അടിക്കുകയാണെങ്കിൽ അയാളായിരിക്കും കുഴപ്പക്കാരൻ. അവിടുന്ന് ചോദിക്കുകയാണ്, പരിക്കേൽപ്പിക്കുന്ന ആളാണോ കുഴപ്പക്കാരൻ, അതോ ഡോക്ടറാണോ? കത്രിക എടുത്ത് ചികിത്സിക്കാൻ തയ്യാറെടുക്കുന്ന ഡോക്ടർ. രണ്ടു വിധത്തിലുള്ള ആളുകളുണ്ട്. ഒരു കൂട്ടർ ആരെയെങ്കിലും അടിച്ചു മുറിവേൽപ്പിക്കുന്നു, മറ്റൊന്ന് ഡോക്ടറാണ് ചികിത്സക്കായി മുറിവേൽപ്പിക്കുന്നു. ഒരാൾക്ക് നല്ല പനിയാണ്, വായ കൈക്കുന്നുണ്ട് എങ്കിൽ ഡോക്ടർ കൊനീൻ നൽകുകയാണെങ്കിൽ ഒരാളും തന്നെ പറയുകയില്ല അക്രമി വായ കയ്പിച്ചു കളഞ്ഞു എന്ന്. അഥവാ ഡോക്ടർ കഫം പുറത്തെടുക്കുന്നില്ല എങ്കിൽ ശരീരത്തിന് കൂടുതൽ അസുഖം ബാധിക്കും. കഫം എടുക്കുന്നതിൽ എങ്ങനെ ആരോപണം ഉന്നയിക്കാൻ സാധിക്കും? കത്രിക കൊണ്ട് മുറിവ് ശരിയാക്കുന്നില്ല എങ്കിൽ എല്ല് മുറിഞ്ഞിരിക്കും. മുറിവിൽ പൊള്ളലേൽക്കുന്ന മരുന്ന് തളിച്ചില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് രോഗിയുടെ അവസ്ഥ നന്നാവുക? അങ്ങനെ ചെയ്തില്ല എങ്കിൽ രോഗിയുടെ ജീവൻ അപകടത്തിലാകും. ഇത്തരം അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു ഡോക്ടറുടെ മേൽ ആരോപണം ഉന്നയിക്കാൻ സാധിക്കുക? ഡോക്ടർ ആർക്കെങ്കിലും ബുദ്ധിമുട്ടേൽപ്പിക്കുന്നുണ്ട് എങ്കിൽ ചികിത്സക്ക് വേണ്ടിയാണ്. അവിടുന്ന് പറഞ്ഞു, ഒരിക്കൽ ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമക്ഷത്തിൽ ഇതേ ഭിന്നിപ്പിനെ കുറിച്ച് ചോദിച്ചു. താങ്കൾ വന്ന് കൂടുതൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ചെയ്തത്. മുമ്പ് തന്നെ ഇത്രയധികം കുഴപ്പം നിറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, താങ്കൾ പറഞ്ഞു തന്നാലും തങ്ങളുടെ നല്ല പാൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൈരിനോടൊപ്പം ആരെങ്കിലും അത് വെക്കുമോ? പാൽ സംരക്ഷിക്കണമെങ്കിൽ തൈരിൽ നിന്ന് വിട്ടാണ് വെക്കേണ്ടത്. കാരണം തൈരിന്റെ തുള്ളിയോ മറ്റോ അതിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ അത് ചീത്തയാകും. തൈരിനോടൊപ്പം നല്ല പാൽ ഒരു മിനിറ്റ് പോലും ശരിയായ രീതിയിൽ നിലനിൽക്കുകയില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ദൈവിക ജമാഅത്തിനെ നാശമടഞ്ഞ ജമാഅത്തിൽ നിന്ന് വ്യതിരിക്തമാക്കി വെക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു വിഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ജമാഅത്ത് രൂപീകരിച്ചിരിക്കുന്നത് ഇതൊരു സത്യാത്മാവിന്റെ ജമാഅത്താണ്. അതിനെ ആ ജമാഅത്തിൽ നിന്ന് വ്യത്യസ്തമായി വെക്കേണ്ട നിർബന്ധമാണ്. വഴിതെറ്റിയവരിൽ നിന്ന് വ്യതിരിക്തമാക്കേണ്ടത് അനിവാര്യമാണ്. ഏതുപോലെ രോഗിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലയോ ആരോഗ്യവാനും രോഗത്തിൽ അകപ്പെടും. ഇതുപോലെ അള്ളാഹുവിന്റെ സുന്നത്താണ്. അവൻ ഇത്തരം രോഗികളിൽ നിന്ന് സത്യജമാഅത്തിനെ മാറ്റി നിർത്തും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന ജനാസയും വിവാഹവും നമസ്കാരവും മറ്റും അവരുടെ കൂടെ ആകരുത്. അവിടുന്ന് പറയുന്നു, സ്ത്രീകളെ ഉപദേശിച്ചുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, അധികം സ്ത്രീകളും ഈ കാര്യത്തിൽ വിയോജിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്ത്രീകളെ ഉപദേശിക്കുകയാണ്, ഏതുപോലെ രോഗിയോടൊപ്പം നിൽക്കുമ്പോൾ ആരോഗ്യവാന്റെ രോഗം അപകടത്തിലാകുന്നുവോ ഓർത്തുകൊള്ളുക. ഇതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾ അനഹമ്മദികളുമായി ബന്ധമുണ്ടാക്കുമ്പോൾ ഉണ്ടാവുക. അധികം സ്ത്രീകളും പറയുന്നു, സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ ബന്ധമാണ്, അതെങ്ങനെയാണ് ഉപേക്ഷിക്കുക? അത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ സത്യമായും പറയുന്നു, അഥവാ ഭൂകമ്പം വരികയോ തീപിടുത്തം ഉണ്ടാവുകയോ ചെയ്താൽ ഒരു സഹോദരനെ മാറ്റി നിർത്തി വീണുകൊണ്ടിരിക്കുന്ന ആ മച്ചിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ദീനിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല? യഥാർത്ഥത്തിൽ ഇതെല്ലാം സുഖം പ്രാപിക്കുവാനുള്ള ആവേശമാണ്. അഥവാ ഇതിനെ ഒരു മുസീബത്തായി മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതിയൊന്നും ഉണ്ടാവുകയില്ല. മുസീബത്തിന്റെ സമയത്ത് ഇപ്രകാരം ആയിരിക്കുകയില്ല. ഇവിടുന്ന് പറയുകയാണ്, കാരണം നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നില്ല, ദീനിനെ കുറിച്ചുള്ള അറിവ് സ്വായത്തമായിട്ടില്ല. അതുകൊണ്ടാണ് ഈ സുഖത്തിന്റെ ആവേശം മേൽക്കോയ്മ നേടുന്നത്. മുസീബത്തിന്റെ സമയത്ത് ഈ വിധത്തിലായിരിക്കുകയില്ല പ്രതിപ്രവർത്തനം. അഥവാ രാത്രിയിൽ നിങ്ങളുടെ പക്കൽ അള്ളാഹു മരണത്തിന്റെ മലക്കിനെ അയക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന നിന്റെ സഹോദരന്റെയോ ബന്ധുവിന്റെയോ ജീവൻ എടുക്കാനുള്ള കൽപ്പനയാണ്, എന്നാൽ ഞാൻ അതിനു പകരം നിന്റെ ജീവൻ എടുത്തുകൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ ആരും അത് സ്വീകരിക്കുകയില്ല. അള്ളാഹു പറയുന്നു,
യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, അതായത് തങ്ങളുടെയും തങ്ങളുടെ കുടുംബത്തെയും അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായി അഥവാ മറ്റു വിഭാഗത്തിൽ വിവാഹം ചെയ്യപ്പെടുകയാണെങ്കിൽ ഭർത്താവ് കാരണം അവൾ തീർച്ചയായും അഹമ്മദിയത്തിൽ നിന്ന് ദൂരപ്പെടും, അതല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിക്കും. ദൂരപ്പെട്ടില്ല എങ്കിൽ മിക്കവാറും വീടുകളിൽ ചെന്നാൽ ഇത് തന്നെയാണ് സംഭവിക്കുക. അവരിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, തന്റെ ബന്ധുക്കളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. മതപരമായ അസൂയ കാരണം ഇന്നും ഇത് ഇപ്രകാരം തന്നെ നടക്കുന്നു. ഇതൊരു അഗ്നിയാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ അഗ്നിയിൽ തന്റെ മകളെ ഇടുമോ? എന്നാൽ ഈ വിധത്തിൽ ഒരു ചെറിയ ബന്ധത്തിനു വേണ്ടി അവരെ അഗ്നിയിൽ ഇടുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. നാം അന്യരിൽ വിവാഹം നടത്താറില്ല എങ്കിൽ ഇത് വലിയൊരു ആരോപണമായിട്ട് പറയാറുണ്ട്. എന്നാൽ ഇതൊരു വിഭാഗീയതയല്ല, മറിച്ച് തങ്ങളെ രക്ഷിക്കുവാനുള്ള ഒരു ശ്രമമാണ്. ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകാനുള്ള ശ്രമമാണ്. എന്നാൽ ഈ ചിന്ത ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കണം എന്നതിന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ആൺകുട്ടികളും ഉൾപ്പെടും. ആ അഹമ്മദി ആൺകുട്ടികൾ അവർ അഹമ്മദി പെൺകുട്ടികൾ ഉപേക്ഷിച്ച് അന്യരിൽ പോയി വിവാഹം കഴിക്കുന്നു. ആൺകുട്ടികളും മനസ്സിലാക്കേണ്ടതാണ്. അഥവാ അവർ സ്വയം അവരെ അഹമ്മദി എന്ന് പറയുന്നുണ്ട് എങ്കിൽ, യഥാർത്ഥ അഹമ്മദികളായി മനസ്സിലാക്കുന്നുവെങ്കിൽ പിന്നീട് വ്യക്തിപരമായ ആഗ്രഹത്തെ നോക്കരുത്. വിവാഹ സമയം ആയാൽ അഹമ്മദി പെൺകുട്ടികളെ വിവാഹം കഴിക്കുക. തങ്ങളുടെ ഭൗതിക ആഗ്രഹത്തെക്കാൾ തങ്ങളുടെ ദീനിനും, അല്ലെങ്കിൽ തലമുറ കേവലം പെൺകുട്ടികൾ അന്യരിൽ പോകുന്നതിലൂടെ മാത്രമല്ല നശിക്കുന്നത്, മറിച്ച് ആൺകുട്ടികൾ അന്യരിൽ വിവാഹം കഴിക്കുന്നതിലൂടെയും നശിച്ചു പോകും. ഓരോ അഹമ്മദിയും മനസ്സിലാക്കേണ്ടതാണ്, അഹമ്മദി കേവലം സമൂഹത്തിന്റെ സമ്മർദ്ദം കാരണത്താലോ ബന്ധുത്വം കാരണത്താലോ അഹമ്മദിയായിരിക്കരുത്, മറിച്ച് ദീനിനെ മനസ്സിലാക്കി അഹമ്മദിയായി തീരാൻ പരിശ്രമിക്കുക. അഥവാ അഹമ്മദി ആൺകുട്ടികൾ പുറത്ത് വിവാഹം കഴിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അഹമ്മദി പെൺകുട്ടികളെ എവിടെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക? ആൺകുട്ടികളും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അഥവാ ഇപ്പോഴും ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ കൂടുതൽ ചായ്വ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഭാവിയിൽ ഈ ചായ്വ് കൂടാൻ സാധ്യതയുണ്ട്. അവസാനം തലമുറകളിൽ അഹമ്മദിയത്ത് ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം ആരിലെങ്കിലും ഉണ്ടായാൽ ഒഴിച്ച്. ഞാൻ എപ്പോഴും പുറത്ത് വിവാഹം കഴിക്കുന്ന ആൺകുട്ടികളോടും ഇത് പറയുന്നു. നിങ്ങൾ അഹമ്മദി പെൺകുട്ടികളോടുള്ള കടമയെ നിറവേറ്റുക. അഥവാ ഏതെങ്കിലും കാരണം കൊണ്ട് സ്വയം പുറത്തുനിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, നിർബന്ധിതാവസ്ഥ കൊണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു യുവാവിനെ അഹമ്മദിയാക്കുക, അയാളെ മുഖ്ലിസായ അഹമ്മദിയാക്കുക. എന്നിട്ട് അഹമ്മദി പെൺകുട്ടികളുമായി അയാളുടെ വിവാഹം നടത്തുക. അത് മുഖേന നിങ്ങൾക്ക് തബ്ലീഗിലേക്കും ശ്രദ്ധയുണ്ടാകും. പിന്നീട് സ്വയം ഈ ചിന്ത കാരണം സ്വയം അഹമ്മദി പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാകും. ഏതായിരുന്നാലും പെൺകുട്ടികളുടെ വിവാഹത്തിന്റെ പ്രശ്നമുണ്ട്. ഇത് ഇന്ന് മാത്രമല്ല, എല്ലായ്പ്പോഴും ഉണ്ട്. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് വിവരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സുപ്രധാന വിഷയം അഹമ്മദികളുടെയും അനഹമ്മദികളുടെയും ഇടയിലുള്ള വിവാഹത്തിന്റെ കാര്യമാണ്. ഇതിന്റെ അനുബന്ധമായാണ് കുഫറിന്റെ ചോദ്യവും ഉയരാറുള്ളത്. നമ്മുടെ ജമാഅത്തിലെ ആളുകൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പും അറിവുള്ളതാണ്. എന്നാൽ ഈ 9 മാസത്തെ കാലയളവിൽ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാൻ കഴിഞ്ഞു. ഈ 9 മാസത്തെ കാലയളവായി പറയുന്നത് തന്റെ ഖിലാഫത്തിന് ശേഷം ഏകദേശം 9 മാസത്തിന് ശേഷമാണ് ജൽസ സാലാന നടന്നത്. അതിൽ നടത്തുന്ന പ്രസംഗമാണ് 1914. ആളുകളുടെ കത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ കാര്യത്തിൽ നമ്മുടെ ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ആണ് എന്ന്. ഇന്നും ഇത് തന്നെയാണ് അവസ്ഥ. ഈ പ്രയാസം ഇപ്പോഴുമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഈ പ്രയാസങ്ങൾ നാം പരിഹരിക്കുകയും വേണം. അവിടുന്ന് പറയുന്നു,
ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇതിനെക്കുറിച്ച് നിർദ്ദേശം വെച്ചിരുന്നു. അഹമ്മദി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേരുകൾ ഒരു രജിസ്റ്ററിൽ എഴുതുകയും അവിടുന്ന് ഈ രജിസ്റ്റർ ഏതോ ഒരു വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് തുറന്നത്. അയാൾ പറഞ്ഞു, ഹുസൂർ, വിവാഹത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. താങ്കൾ പറയുന്നു അന്യരുമായി ബന്ധം വെക്കരുത്. നമ്മുടെ ജമാഅത്ത് വ്യത്യസ്തമാണ്. പക്ഷെ ഇപ്പോൾ എന്താണ് ചെയ്യുക? അതുകൊണ്ട് വിവാഹിതരാവാത്ത എല്ലാ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേരുള്ള ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്, വിവാഹബന്ധത്തിൽ എളുപ്പമുണ്ടാകുന്നതിനു വേണ്ടി. ഹുസൂറിനോട് ആരെങ്കിലും അപേക്ഷിക്കുമ്പോൾ ഈ രജിസ്റ്ററിൽ അന്വേഷിച്ച് അവരുടെ വിവാഹബന്ധം നടത്തുക. കാരണം ഹുസൂറിന്റെ വാക്കുകൾ കേൾക്കാത്ത ഒരു അഹമ്മദിയും ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് അയാൾ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ചിലർ തങ്ങളുടെ ഏതെങ്കിലും ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് കാര്യം അവതരിപ്പിക്കുന്നു. അത്തരം ആളുകൾ അവസാനം സ്വയം പരീക്ഷണത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു. ചില സമയത്ത് ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു, ഏതെങ്കിലും കാര്യം പറയുന്നു, എന്നാൽ അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങളും ഇടയിൽ ഉണ്ടായിരിക്കും. പിന്നീട് അത് കാരണം അവർ പരീക്ഷണത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു. പറയുന്നു, ആ വ്യക്തിയുടെയും നീയത്ത് ശരിയായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. ആ കാലത്ത് തന്നെ അങ്ങേയറ്റം മുഖ്ലിസും നന്മ നിറഞ്ഞതുമായ ഒരു സഹോദരന് വിവാഹം ആവശ്യമായി വന്നു. ഈ നിർദ്ദേശം, അതായത് രജിസ്റ്റർ തയ്യാറാക്കണം എന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സഹോദരനോട് ഈ ആളുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയുടെ അവിടെ വിവാഹബന്ധം അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അതായത് നിർദ്ദേശം വെച്ച ആളുടെ ഒരു മകളുണ്ടായിരുന്നു. എന്നാൽ ഈ ബന്ധം വന്നപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അയാളുടെ വീട്ടിലേക്ക് ഈ ബന്ധം അയക്കുകയുണ്ടായി. എന്നാൽ അയാൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാരണം പറഞ്ഞ് ബന്ധം നിരാകരിച്ചു. പെൺകുട്ടിയെ അനഹമ്മദികളിൽ വിവാഹം കഴിച്ചു നൽകി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ കാര്യം അറിയാൻ കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇനി മുതൽ ഞാൻ വിവാഹ കാര്യത്തിൽ ഇടപെടുകയില്ല. അങ്ങനെ ഈ നിർദ്ദേശം നിന്നുപോയി. എന്നാൽ അന്ന് ഈ കാര്യം നടപ്പിൽ വന്നിരുന്നുവെങ്കിൽ ഇന്ന് അഹമ്മദികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ചിലപ്പോൾ നബിയുടെ മുമ്പിലുള്ള ഒരു തിരസ്കാരം ജമാഅത്തിന് എന്നേക്കുമുള്ള ഒരു പരീക്ഷണമായി മാറുന്നു. അന്യരിൽ വിവാഹം കഴിച്ചതിനു ശേഷം അധിക പേർക്കും തങ്ങളുടെ തെറ്റ് കുറച്ചു കാലത്തിനു ശേഷം തന്നെ മനസ്സിലാകാൻ തുടങ്ങുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അവർക്കറിയാൻ സാധിക്കുന്നു. ഇപ്പോഴും ഒരുപാട് പേരും, സ്വയം പെൺകുട്ടികളും എനിക്ക് എഴുതുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എഴുതുന്നു, ഇന്ന തീരുമാനം ഞങ്ങൾ എടുത്തു, അതിന്റെ പരിണിത ഫലം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദീനിൽ നിന്നും ദൂരപ്പെട്ടു. ചില ഭർത്ത് ഭവനങ്ങൾ മാതാപിതാക്കളുമായും ബന്ധുക്കളുമായും ഇടപഴകുന്നതിനു പോലും വിലക്കുകൾ ഏർപ്പെടുത്തുന്നു. എന്നാൽ അത്തരക്കാരുമുണ്ട്, അവർ തങ്ങളുടെ അഹങ്കാരം കൊണ്ട് നല്ല അഹമ്മദി ബന്ധങ്ങൾ പോലും നിരാകരിക്കുന്നു. പെൺകുട്ടിയും ആൺകുട്ടിയും തൃപ്തരാണ് എങ്കിൽ പോലും, എന്നല്ല ചില സ്ഥലങ്ങളിൽ ഞാൻ പോലും പറഞ്ഞു വിവാഹം സ്വയം നടത്താൻ, എന്നാൽ അഹങ്കാരം കാരണം വിവാഹം നടത്തിയില്ല. ഏതായാലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളെ തിരസ്കരിച്ചവർ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്റെ വാക്കുകളെ തിരസ്കരിക്കുക എന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ പിന്നീട് അത്തരം ആളുകളുടെ പര്യവസാനം വളരെ ഭയാനകമായിരിക്കും. ജർമ്മനിയിൽ ഇതുപോലുള്ളൊരു സംഭവം നടന്നു. മാതാപിതാക്കൾ പെൺകുട്ടിയുടെ ഇഷ്ടമനുസരിച്ച് വിവാഹം നടത്തിയില്ല, അല്ലെങ്കിൽ അവളുടെ ശാഠ്യം കാരണം പെൺകുട്ടിയെ തന്നെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അഥവാ അഹമ്മദി ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അവരുടെ മാതാപിതാക്കൾ ദുശാഠ്യം കാണിക്കാൻ പാടില്ല. ജാതിയുടെയും മറ്റും അഹങ്കാരം എന്നിവ ഉണ്ടാകരുത്. വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളെ കുറിച്ച് ഈ കാര്യവും വ്യക്തമാക്കട്ടെ. പെൺകുട്ടിയുടെ ഇഷ്ടവും ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇഷ്ടത്തെ നിലനിർത്തിയിട്ടുണ്ട്. പറഞ്ഞു, പെൺകുട്ടിയുടെ ഇഷ്ടവും ഉണ്ടായിരിക്കണം. എന്നാൽ ഇസ്ലാം ഈ കാര്യം നിർദ്ദേശിക്കുന്നു. വലിയുടെ അനുവാദവും കൂടാതെ നിക്കാഹ് അനുവദനീയമല്ല. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, അഥവാ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അവിടുന്ന് അള്ളാഹുവിൽ നിന്നുള്ള ആൾ തന്നെയാണ് എങ്കിൽ
നമ്മുടെ ശരീഅത്ത് പറയുന്നത്, അതായത് ഇസ്ലാമിന്റെ ശരീഅത്ത് പറയുന്നത് ശരീഅത്ത് മാറ്റി നിർത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് വലിയുടെ അനുവാദം ഇല്ലാതെ ഒരു നിക്കാഹും അനുവദനീയമല്ല. അഥവാ പ്രകാരം നടത്തിയാൽ അത് നിഷിദ്ധമായിരിക്കും. നമ്മുടെ നിർബന്ധ കടമയാണ് നാം അത്തരം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇനി അഥവാ അവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ യുവതിയായ ഒരു പെൺകുട്ടി ഒരാളുമായി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവരുടെ പിതാവ് അത് അംഗീകരിച്ചില്ല. അവർ രണ്ടുപേരും കാദിയാനുപുറത്തുള്ള നെങ്കൽ എന്ന സ്ഥലത്ത് പോയി അവിടെ ചെന്ന് ഏതോ ഒരു മുല്ലയെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവരുടെ വിവാഹം നടന്നു എന്ന് പറഞ്ഞ് പരത്താൻ തുടങ്ങി. പിന്നീട് അവർ കാദിയാനിൽ തിരിച്ചു വന്നു. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയാൻ കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർ രണ്ടുപേരെയും കാദിയാനിൽ നിന്ന് പുറത്താക്കി. പിന്നീട് പറഞ്ഞു, ഇത് ശരീഅത്തിന് എതിരുള്ള കാര്യമാണ്. അതായത് കേവലം പെൺകുട്ടിയുടെ ഇഷ്ടം മാത്രം നോക്കി വലിയുടെ അനുവാദമില്ലാതെ വിവാഹം കഴിക്കുക എന്നത്. അവിടെയും പെൺകുട്ടിയുടെ താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ പറഞ്ഞത് ഞാൻ ആ പുരുഷന് വിവാഹം കഴിക്കുമെന്നാണ്. എന്നാൽ വലിയുടെ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ വലിയുടെ അനുവാദത്തോടു കൂടിയല്ല അവർ നിക്കാഹ് നടത്തിയത്. അതുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാദിയാനിൽ നിന്ന് പുറത്താക്കിയത്. അവിടെ ആ കാലത്തും ഏതോ നിക്കാഹ് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു മുമ്പിൽ വെച്ച് നടന്നിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഈ നിക്കാഹും അനുവദനീയമല്ല. ഈ കാര്യം തന്നെയാണ് ഞാൻ ആ ആൺകുട്ടിയുടെ മാതാവിനോടും പറഞ്ഞത്. നോക്കൂ, ആ സ്ത്രീ വന്നു എന്നിട്ട് പറഞ്ഞു, പെൺകുട്ടിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് എന്റെ മകൻ അവരെ വിവാഹം കഴിച്ചുവെങ്കിൽ അതിൽ എന്ത് തെറ്റാണുള്ളത്? അവിടുന്ന് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ മകന്റെ വിവാഹം നടന്നു, ശരി തന്നെ. അതുകൊണ്ട് നീ പറയുന്നു പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഏതെങ്കിലും വലിയുടെ ഇഷ്ടത്തിന്റെ ആവശ്യം എന്താണ്? എന്നാൽ നിനക്കും പെൺകുട്ടികളുണ്ട്. അഥവാ അവർ വിവാഹം കഴിച്ചവരാണെങ്കിൽ അവർക്കും പെൺകുട്ടികളുണ്ട്. അഥവാ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു അന്യപുരുഷന്റെ കൂടെ ഇതുപോലെ ഇറങ്ങിപ്പോകുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഏതായിരുന്നാലും മുമ്പ് പറഞ്ഞതുപോലെ മാതാപിതാക്കളും അനാവശ്യമായി ഇത്രയധികം കാർക്കശ്യം കാണിക്കാൻ പാടില്ല. വ്യാജാത്മാഭിമാനത്തിന്റെ പേരിൽ വിവാഹം കഴിപ്പിക്കാതിരിക്കുക. അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഒഴികെ കൊന്നുകളയുക എന്നുവരെ അക്രമ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ശരിയല്ല. പെൺകുട്ടികൾക്കും ഇസ്ലാം സ്വയം വീട്ടിൽ നിന്നിറങ്ങിപ്പോയി കോടതിയിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മൗലവിയുടെ പക്കൽ വിവാഹം കഴിക്കാൻ അനുവാദം നൽകുന്നില്ല, നിക്കാഹ് നടത്താൻ അനുവാദം നൽകുന്നില്ല. അഥവാ ഏതെങ്കിലും നിർബന്ധിതാവസ്ഥ ഉണ്ട് എങ്കിൽ പെൺകുട്ടികളും കാലത്തിന്റെ ഖലീഫക്ക് എഴുതാവുന്നതാണ്. അവർക്കതനുസരിച്ച് മാറൂഫായ തീരുമാനം കൽപ്പിക്കുന്നതായിരിക്കും. അഥവാ ദീനിനെ ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കണം എന്നതാണ് അടിസ്ഥാന കാര്യം. ഇത് മുന്നിൽ വെക്കുമ്പോൾ ആൺകുട്ടികളും മുന്നിൽ വെക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായിത്തീരും. ഒരു ഖുത്ബയിൽ ഹദ്റത്ത് മുസ്ലിം മൗദ് ഈ വിഷയം പ്രതിപാദിക്കുകയായിരുന്നു. ദൈവസ്മരണ അള്ളാഹുമായി ബന്ധം ഉണ്ടാക്കുന്നതിന്, അവനെ സ്നേഹിക്കുന്നതിന് അള്ളാഹുവിന്റെ സിഫത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. പിന്നീട് ആ സിഫത്തുകളിലൂടെ വ്യക്തിപരമായ ബന്ധം വർദ്ധിപ്പിക്കണം. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ യഥാർത്ഥ ഗ്രാഹ്യം അപ്പോഴായിരിക്കും കൈവരിക്കാൻ സാധിക്കുക. ഇത് പൊതുവായ ഒരു പ്രകൃതി നിയമമാണ്. ഭൗതികമായ പ്രത്യക്ഷമായ സ്നേഹം ഉണ്ടാകുന്നതിനും ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഒന്നുകിൽ അവരുടെ സാമീപ്യം കരസ്ഥമാക്കണം, അല്ലെങ്കിൽ ചുരുങ്ങിയത് അവരുടെ രൂപമോ ചിത്രമോ മുന്നിൽ വേണം. കാരണം ഇഷ്ടത്തിന്റെയും ബന്ധത്തിന്റെയും പ്രകടനം ഉണ്ടാകുന്നതിനു വേണ്ടി. ഈ കാര്യം വിരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, സ്നേഹത്തിന് ഒന്നുകിൽ അയാളുടെ അസ്തിത്വം മുന്നിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ ചിത്രം മുന്നിലുണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ഉദാഹരണം, ഇസ്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. വിവാഹം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്, ഇതൊരു വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് കാണുക. ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് ഒരു പുതിയ കാര്യമല്ല. പറയുന്നു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ രൂപം കാണുക. സ്വയം നോക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തും ആ കാലത്തും ഫോട്ടോ
കാണാമായിരുന്നു. ഇന്നും കാണാൻ സാധിക്കും. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, എന്റെ വിവാഹം നടന്നപ്പോൾ എനിക്ക് പ്രായം കുറവായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം ഡോക്ടർ റഷീദുദ്ദീൻ സാഹിബിന് എഴുതി പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു തരിക. അങ്ങനെ അദ്ദേഹം ഫോട്ടോ അയച്ചു തന്നു. ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം ഫോട്ടോ എനിക്ക് നൽകി. ഞാൻ എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എന്റെ വിവാഹം നടത്തുകയുണ്ടായി. കാണാതെ സ്നേഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത് അള്ളാഹു നിങ്ങളുടെ മുന്നിൽ വരികയും ഇനി അള്ളാഹുമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അവനോട് സ്നേഹം എപ്രകാരമായിരിക്കും? അള്ളാഹു നിങ്ങളുടെ മുന്നിൽ വരികയും നിങ്ങൾ കണ്ണിൽ കൈവെക്കുകയും അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാകണമെന്ന് പറയുകയും ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെ അവനെ കാണാതെ എങ്ങനെയാണ് സ്നേഹിക്കാൻ സാധിക്കുക? ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന്റെ ഒരു വരി കവിതയാണ്. കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല എങ്കിൽ സംസാരം തന്നെ മതിയായതാണ്. പ്രിയപ്പെട്ടവന്റെ സൗന്ദര്യത്തിന്റെ അടയാളങ്ങൾ മതിയായതാണ്. അതായത് എന്തെങ്കിലും ചിലത് വേണം, അഥവാ പ്രേമഭാജനം സ്വയം മുന്നിൽ വരുന്നില്ല എങ്കിൽ അയാളുടെ ശബ്ദമെങ്കിലും കേൾക്കണം, എന്തെങ്കിലും അടയാളം ലഭിക്കണം. ഇതാണ് അള്ളാഹുവിന്റെ ചിത്രം. അള്ളാഹുവിന്റെ ചിത്രം എന്താണ്? അള്ളാഹുവിന്റെ സിഫത്തുകൾ റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ, സത്താർ, ഖുദ്ദൂസ്, മുഅ്മിൻ, മുഹൈമിൻ, സലാം, ജബ്ബാർ, കഹാർ, മറ്റു ദൈവിക ഗുണനാമങ്ങൾ. ഇത് ഹൃദയത്തിൽ വരക്കപ്പെടുന്ന രൂപമാണ്. ഈ സിഫത്തുകളെ തുടർച്ചയായി നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, ഇതിന്റെ അർത്ഥങ്ങളും തർജ്ജമ ചെയ്ത് ഹൃദയത്തിൽ ഉറപ്പിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്ത് അള്ളാഹുവിന്റെ ചെവിയായി മാറുന്നു, ഏതെങ്കിലും ഒരു സിഫത്ത് കണ്ണായി മാറുന്നു, മറ്റൊരു സിഫത്ത് കൈയായി മാറുന്നു, ഏതെങ്കിലും ഒരു സിഫത്ത് ഉടലായി മാറുന്നു. ഇതെല്ലാം കൂടിച്ചേർന്ന് അള്ളാഹുവിന്റെ ഒരു പരിപൂർണ ചിത്രം ആയി മാറുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനായി ഈ സിഫത്തുകൾ തുടർച്ചയായി തങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് യഥാർത്ഥ ദൈവസ്നേഹം കരസ്ഥമാക്കുന്നതിന് കാരണമാകുന്നു. അപ്പോഴായിരിക്കും മനുഷ്യൻ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവരായി തീരുക. ഒരു യഥാർത്ഥ വിശ്വാസി ദീനിന് വേണ്ടി ആത്മാഭിമാനവും ആവേശവും കാണിക്കേണ്ടതാണ്. ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിൽ നിന്ന് ഞാൻ ഉറപ്പായും കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് സഹാബാക്കൾ ഈ കാര്യം കേട്ടത് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവിടുന്ന് പറയുമായിരുന്നു, ചില പ്രകൃതം ഇപ്രകാരം ഉണ്ട്, അവർ തങ്ങളുടെ പ്രകൃതം കാരണം ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നവരല്ല. തങ്ങളുടെ നല്ല നീയത്തും ഉദ്ദേശവും ഉണ്ടെങ്കിൽ തന്നെ ശരി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുമായിരുന്നു, ഒരാൾ ഉണ്ടായിരുന്നു, അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, എന്റെ മകൾക്കൊരു വിവാഹബന്ധം അന്വേഷിച്ചാലും. കുറച്ചു ദിവസത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ആ സുഹൃത്ത് വന്നു പറഞ്ഞു, ഞാൻ യോഗ്യമായൊരു വിവാഹ ബന്ധം അന്വേഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, ആൺകുട്ടിയെ പരിചയപ്പെടുത്തിയാലും? അയാൾ പറഞ്ഞു, ആൺകുട്ടി വളരെ നല്ല ആളാണ്, നല്ല പ്രകൃതക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, അവന്റെ മറ്റ് അവസ്ഥകളും വിവരിച്ചാലും? അയാൾ പറഞ്ഞു, മറ്റവസ്ഥകൾ എന്തു പറയാനാണ്, അങ്ങേറ്റത്തെ നല്ല ആളാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അവന്റെ മറ്റു കാര്യങ്ങളും പറഞ്ഞാലും നല്ല പ്രകൃതം മാത്രം മതിയാവുകയില്ല. അയാൾ പറഞ്ഞു, ഇനി എന്തു പറയാനാണ്, അവൻ അങ്ങേയറ്റത്തെ സത്പ്രകൃതക്കാരനാണ്. ഇത് കേട്ട് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു, ഞാൻ അയാളുമായി ബന്ധം വെക്കുകയില്ല. ഏതൊരു ആൾക്കാണോ സത്പ്രകൃതക്കാരനാണ് എന്നതൊഴികെ മറ്റൊരു മേൽവിലാസവും ഇല്ലാത്തത്, ഇന്ന ജോലിയാണെന്നോ മറ്റേതെങ്കിലും കാര്യം ഒന്നും തന്നെയില്ല, കേവലം നല്ല പ്രകൃതമാണ് എന്നത് മാത്രം. നാളെ എന്റെ മകളെ ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ പോലും അയാൾ തന്റെ സത്പ്രകൃതത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും. അതുകൊണ്ട് ചിലരുണ്ട്, അവരിൽ കേവലം സത്പ്രകൃതം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരം ആളുകൾ ദീനിന്റെ കാര്യങ്ങളിലോ ആത്മാഭിമാനമോ ആവേശമോ ഉണ്ടാവുകയില്ല. വളരെ നല്ല ആളാണ്, സത്പ്രകൃതക്കാരൻ ആണ് എന്നൊക്കെ പറയും. ദീനിന്റെ ആത്മാഭിമാനം ഉണ്ടായിരിക്കുകയില്ല, ദീനിനെ കുറിച്ച് ആവേശം ഉണ്ടാവുകയില്ല. നല്ല നീയത്തുള്ളത് കൊണ്ട് വിശ്വാസി എന്ന് തീർച്ചയായും പറയും. എന്നാൽ അയാളുടെ സത്പ്രകൃതം സ്വയം തനിക്കും ജമാഅത്തിനും നഷ്ടം വരുത്തും. അതുകൊണ്ട് തന്നെ അയാളും ആത്മാഭിമാനം കാണിക്കേണ്ടതാണ്. അത്തരം ആളുകൾ ചിലപ്പോൾ ജമാഅത്ത് വ്യവസ്ഥിതിയെ ആക്ഷേപിക്കുന്നവരോട് ഇത്തരത്തിലുള്ള സത്പ്രകൃതക്കാർ ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ സദസ്സുകളിലും ഉണ്ടായിരിക്കും. അവർ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. കേവലം നല്ല ആളാകുക മാത്രമല്ല കാര്യം, നല്ലത് എന്നത് അത്തരം സദസ്സുകളിൽ ഇരിക്കുന്നതിലൂടെ ആത്മാഭിമാനം ഇല്ലാതായിത്തീരും. അത്തരം സദസ്സുകളിൽ ഇരിക്കുന്നതിലൂടെ ആത്മാഭിമാനം ഇല്ലാതായി മാറുന്നു. ചുരുക്കത്തിൽ അത്തരം ആക്ഷേപങ്ങൾ എവിടെ ഉണ്ടായാലും ശരി, അത്തരം സദസ്സുകളിൽ നിന്ന് എഴുന്നേറ്റ് പോരേണ്ട വിധമുള്ള
ഗൈറത്തെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അഥവാ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥിരമായ കുഴപ്പമുണ്ടാക്കുന്ന ആളാണ് എങ്കിൽ നിസാമിനെ അറിയിക്കേണ്ടതാണ്. ജമാഅത്ത് വ്യവസ്ഥിതി കാലത്തിന്റെ ഖലീഫയുടെ മുന്നിൽ ഇക്കാര്യം കൊണ്ടുവരേണ്ടതാണ്. അതിനെ തടയുന്നതിനു വേണ്ടി ആവശ്യമായ നടപടികൾ എടുക്കുന്നതിനു വേണ്ടി. ഇനി അനഹമ്മദി മൗലവിമാരുടെ ഒരു സംഭവം കേൾപ്പിക്കാം. അയാൾ ഏതു വിധത്തിലാണ് അയാളുടെ ഹൃദയത്തിൽ ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അസൂയയും വിദ്വേഷവും ജനിപ്പിച്ചിരുന്നത്, ആളുകളെ പ്രകോപിപ്പിച്ചിരുന്നത്, ഏതു വിധത്തിലാണ് കളവ് പറഞ്ഞിരുന്നത്, ഇന്നും കളവ് പറയുന്നു, ഇന്നും ഏതെല്ലാം വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ആളുകൾ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇന്ദ്രജാലക്കാരൻ എന്ന് വിളിച്ചിരുന്നു, മായാജാലക്കാരൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഫിറോസ്പൂർ ഭാഗത്തൊരു മൗലവി പ്രസംഗിക്കുകയായിരുന്നു, അഹമ്മദികളുടെ ഗ്രന്ഥങ്ങൾ ഒരിക്കലും വായിക്കരുത്. അനഹമ്മദി മൗലവി തങ്ങളുടെ ആളുകളോട് പറയുകയായിരുന്നു, അഹമ്മദികളുടെ ഗ്രന്ഥങ്ങൾ ഒരിക്കലും വായിക്കരുത്, കാദിയാനിൽ ഒരിക്കലും പോകരുത്. ഈ വ്യാജൻ ജനങ്ങൾക്ക് തന്റെ ഈ വ്യാജ നിർമ്മിത സംഭവവും കേൾപ്പിക്കുകയുണ്ടായി. തന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ ഈ കാര്യത്തിന് എപ്രകാരമാണ് പ്രബലത അയാൾ നൽകുന്നത്. സ്വയം ഈ കാര്യം നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ കാദിയാനിൽ പോയി, എന്റെ കൂടെ ഒരു പ്രമാണിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കാദിയാനിൽ പോയി, ഞങ്ങൾ അതിഥി മന്ദിരത്തിൽ പോയി താമസിച്ചു. പിന്നീട് മിർസ സാഹിബിനെ കാണണം എന്ന് പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം മൗലവി നൂറുദ്ദീൻ സാഹിബ് വന്നു, നല്ലവണ്ണം മധുരമായി സംസാരിച്ചു. അതിനൽപ്പം സമയത്തിന് ശേഷം ഞങ്ങൾക്കായി ഒരാൾ ഹലുവ കൊണ്ടുവന്നു. മൗലവി നൂറുദ്ദീൻ സാഹിബ് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി ഇവിടെ പാകം ചെയ്തതാണ്. മൗലവി സാഹിബ് പറയുകയാണ്, എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഈ ഹൽവയിൽ മാരണം ചെയ്തിട്ടുണ്ട് എന്ന്, അതുകൊണ്ട് ഞാൻ അത് കൈകൊണ്ട് സ്പർശിക്കുക പോലും ചെയ്തില്ല. എന്നാൽ എന്റെ സുഹൃത്ത് അത് അറിഞ്ഞിരുന്നില്ല. അയാൾ അത് കഴിച്ചു. ഞാൻ എന്തെല്ലാമോ കാരണം പറഞ്ഞ് അവിടെ നിന്നും ഊരിപ്പോന്നു. മൗലവി നൂറുദ്ദീൻ സാഹിബ് ഇനി ഞാൻ ഹൽവ കഴിച്ചില്ല എന്ന കാര്യം അറിയാൻ സാധിച്ചില്ല. ആ വിധത്തിലുള്ള ഒരു തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത്. കുറച്ചു സമയത്തിന് ശേഷം ഹൽവ കഴിച്ച എന്റെ സുഹൃത്ത് പറയാൻ തുടങ്ങി, എന്റെ ഹൃദയത്തിന് ബയ്യത്ത് ചെയ്യാൻ തോന്നുന്ന വിധത്തിലുള്ള ആകർഷണം ഉണ്ടാകുന്നു. അഥവാ അയാളിൽ ഹൽവയുടെ സ്വാധീനമുണ്ടായി. മൗലവി സാഹിബ് പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചുറ്റുപാടിന്റെ ഒരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം മിർസ സാഹിബ് തന്റെ ഇരിപ്പിടം തയ്യാറാക്കി അതിൽ അദ്ദേഹം സ്വയം ഇരുന്നു. മൗലവി നൂറുദ്ദീൻ സാഹിബിനെയും ഇരുത്തി, എന്നെയും കൂടെ ഇരുത്തി. മൗലവി സാഹിബ് തുറന്ന് കളവ് പറയുകയാണ്, മിർസ സാഹിബ് എന്നോട് പറയാൻ തുടങ്ങി. ഞാനും പരീക്ഷിക്കാൻ വേണ്ടി തലയാട്ടിക്കൊണ്ടിരുന്നു. അതെ അതെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം വിചാരിച്ചു ഇയാൾ വിശ്വസിക്കുമെന്ന്. ഇയാൾ ഹൽവ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും വിശ്വസിക്കും, കാരണം ഹൽവയിൽ മാരണം ചെയ്തിട്ടുണ്ട്. മൗലവി സാഹിബ് പറഞ്ഞു, ആദ്യം അദ്ദേഹം പറഞ്ഞു ഞാൻ നബിയാണ്. പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം പറഞ്ഞു ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ഉയർന്ന നിലയിലാണ്, നഊദു ബില്ലാ. പിന്നീട് പറഞ്ഞു ഞാൻ അല്ലാഹു ആണ്, നഊദു ബില്ലാ. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ, ഇതെല്ലാം കളവാണ്. ഇത് കേട്ടപ്പോൾ മിർസ സാഹിബ് മൗലവി നൂറുദ്ദീൻ സാഹിബിനോട് അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ഇയാൾക്ക് ഹൽവ നൽകിയിരുന്നില്ലേ? ഇയാളിൽ മരണം നടന്നില്ല? അദ്ദേഹം പറഞ്ഞു, കഴിപ്പിച്ചിരുന്നു, പിന്നെ മരണം എന്തുകൊണ്ട് നടന്നില്ല? വളരെ അത് അത്ഭുതകരമായ കാര്യമാണ്. എന്നാൽ അള്ളാഹു ചിലപ്പോൾ ആ അവസരത്തിൽ തന്നെ അവരുടെ കളവിനെ വെളിവാക്കുകയും ചെയ്യുന്നു. ഇവിടെ അപ്രകാരം സംഭവിച്ചു. മൗലവി സാഹിബിന്റെ അതേ സദസ്സിലൊരു അനഹമ്മദി വക്കീലുണ്ടായിരുന്നു. അനഹമ്മദിയായിരുന്നു, എന്നാൽ നല്ല പ്രകൃതക്കാരനായിരുന്നു. ഏതോ ഒരു കാലത്ത് ഇവിടെ ഖലീഫ അവലിന്റെ പക്കൽ ചികിത്സയ്ക്കായി വന്നിരുന്നു. മറ്റൊരവസരത്തിൽ മൗലവി സാഹിബിന്റെ കൂടെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മുമ്പ് തന്നെ മൗലവിമാരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. മൗലവിമാരെ കുറിച്ച് നല്ല ചിന്ത ഉള്ള ആളായിരുന്നില്ല. ആളുകൾ വലിയ കള്ളന്മാരാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇവരെക്കാൾ വലിയ കള്ളന്മാർ ആരും തന്നെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വക്കീൽ സാഹിബ് അയാളോട് പറഞ്ഞു,
നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അഹമ്മദിയല്ല. വക്കീൽ സാഹിബ് പറഞ്ഞു, ആളുകൾക്കറിയാം ഞാൻ അഹമ്മദിയല്ല എന്ന്. എന്നാൽ ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി സ്വയം അവിടെ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. മൗലവി സാഹിബ് ഫിറ്റന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അവിടെ ഒരു കുതിരവണ്ടി പോലും ഇല്ല. ആ കാലഘട്ടത്തിൽ കുതിരവണ്ടിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മൗലവി വിവരിക്കുകയാണ്, വലിയ രഥം വന്നു, അതിലിരുന്നു. ഖലീഫ അവലിനെ അതിലിരുത്തി, കൂടെ എന്നെയും ഇരുത്തി. ഖാദിയാനിൽ രഥത്തിന്റെ ചിന്ത പോലൊന്നും ഉണ്ടായിരുന്നില്ല, കുതിരവണ്ടി പോലും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ അത്ഭുതകരമായ കുതിരത്താണ്. അത് മുസ്ലിം മോദി കാര്യം വിവരിക്കുന്നു, രഥത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതിർത്ത് മുസ്ലിം മോദി പറയുന്നു, ഇപ്പോഴും അത്തരക്കാരായ ആളുകളുണ്ട്. അവർ വിചാരിക്കുന്നത് ഇവിടെ ഇന്ദ്രജാലമുണ്ട് എന്നാണ്. അതിനു കാരണം അവർ കാണുന്നു പ്രവേശിക്കുന്നവരുടെ പേരിൽ പീഡനങ്ങൾ ഉണ്ടാകുന്നു, ചീത്ത വിളിക്കപ്പെടുന്നു, അപമാനിക്കുന്നു, അവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. എന്നിട്ടും ഇവർ അഹമ്മദികളാണ്, അഹമ്മദിയത്ത് ഉപേക്ഷിക്കുന്നില്ല. അവർ വിചാരിക്കുന്നു എന്തെല്ലാം പീഡനങ്ങൾ കൊണ്ടും സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടും ഇവർ ഭയപ്പെടുന്നില്ല. എന്നാൽ ഇവരിൽ ഒരു കാര്യം സ്വാധീനം ചെയ്യുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും എന്തോ മാരണമുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ പീഡനങ്ങൾ ഈ വിധം ഉണ്ടായിട്ടും ഉറച്ചു നിൽക്കുന്നത്. അള്ളാഹു ഈ വ്യാജന്മാരായ മൗലവിമാരുടെ നിന്നും ഉമ്മത്തിനെ രക്ഷിക്കുമാറാകട്ടെ. നമുക്കും ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ നമസ്കരിപ്പിക്കും. ഒന്ന് ഹാസിർ ജനാസയാണ്. അത് മുക്കറമ സക്കീന നാഹിദ് സാഹിബ മുഹമ്മദ് ദി നായ് സാഹിബിന്റെ മകളുടേതാണ്. ഷേഖ് മുഹമ്മദ് റഷീദ് സാഹിബിന്റെ ഭാര്യയാണ്. ഏപ്രിൽ 3 90-ാമത്തെ വയസ്സിൽ ഇവിടെ വെച്ച് ചർമ്മം പ്രാപിച്ചു. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമയുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് അവരുടെ പിതാമഹനിലൂടെയാണ് വന്നത്. മർഹൂമ എതിർപ്പ് ഉണ്ടായിട്ടും കശ്മീരിൽ 16-ാമത്തെ വയസ്സിൽ ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് കരസ്ഥമാക്കി. വിവാഹത്തിനു ശേഷം പഠാൻകോട്ടിൽ താമസിച്ചു. അതിർത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയും അതിർത്ത് ഉമ്മുൽ മുഅ്മിനീനും ലാഹോറിൽ പോകുമ്പോഴെല്ലാം ഇവർക്ക് അവരുടെ അതിഥി സൽക്കാരത്തിനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം തന്റെ ഭർത്താവിനോടൊപ്പം അവിടേക്ക് ഷിഫ്റ്റായി. ഇവിടെ അനേകം വർഷം അവർക്ക് സദർ ലജ്നായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 1974 എതിരാളികൾ അവരുടെ വീട് കൊള്ളയടിച്ച് കത്തിച്ചു. എന്നാൽ അവർ വളരെയധികം ധൈര്യത്തോടും ക്ഷമയോടും കൂടി സമയം കഴിച്ചുകൂട്ടി. പിന്നീട് ഇവിടേക്ക് UK ഷിഫ്റ്റായി. വളരെ സ്നേഹത്തോടു കൂടി കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കാൻ തൗഫീക്ക് ലഭിച്ചു. നിസാമെ ജമാഅത്തും ഖിലാഫത്തുമായി വളരെ വലിയ ആത്മാർത്ഥമായ ബന്ധമായിരുന്നു. വാർദ്ധക്യവും രോഗവും ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ ഇവിടെ വരുമായിരുന്നു. ഇവരിൽ വലിയ ഇഖ്ലാസാണ് ഉണ്ടായിരുന്നത്. വളരെ നല്ല നമസ്കരിക്കുന്ന, തഹജ്ജുദ് നമസ്കരിക്കുന്ന, നോമ്പിലും നമസ്കാരത്തിലും കൃത്യനിഷ്ഠയുള്ള മഹദിയായിരുന്നു. മർഹൂമ മൂസിയായിരുന്നു. കുടുംബത്തിൽ 3 പെൺമക്കളും 3 ആൺകുട്ടികളുമുണ്ട്. അള്ളാഹു ഇവരുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. 2-ാമത്തെ ജനാസ മുക്കറം ഷൌക്കത്ത് ഗനി സാഹിബ് ഷഹീദിന്റേതാണ്. ഇദ്ദേഹം കാസി അബ്ദുൽ ഗനി സാഹിബിന്റെ മകനാണ്. നഥേരി ആസാദ് കശ്മീരിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ റബോയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിൽ സിപ്പായിയായി ബലൂചിസ്ഥാൻ പ്രദേശത്ത് പസ്തനിൽ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. ഏപ്രിൽ 3, 2016 ഭീകരവാദികളോട് പെട്ടെന്നുണ്ടായ വെടിവെപ്പിൽ 21-ാമത്തെ വയസ്സിൽ രാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിച്ചു. ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മൗലവിമാർ ആരോപണം ഉന്നയിക്കുന്ന അഹമ്മദികൾ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന്. എന്നാൽ ഷഹാദത്ത് നൽകിയും ത്യാഗങ്ങൾ ചെയ്യുന്നവരും അഹമ്മദികളാണ്. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് അദ്ദേഹത്തിന്റെ പിതാമഹൻ കാസി ഫിറോസുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിലൂടെയാണ് ഉണ്ടായത്. അദ്ദേഹം നഗോയി കശ്മീരിൽ നിന്ന് മെഹബൂബ് ആലം സാഹിബിന്റെ കൂടെ കാദിയാനിൽ വന്ന മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളിൽ ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ഷഹീദ് മർഹൂമിന്റെ മാതാമഹന്റെ പിതാവും ബഹദൂർ അലി സാഹിബും കൈകളിൽ ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. ഫിറോസുദ്ദീൻ സാഹിബിന്റെ കുടുംബവും നഗോയിൽ
പള്ളി നടത്തുന്ന കുടുംബമായിരുന്നു. പ്രത്യേക സ്ഥാനമുള്ളവരായിരുന്നു. ഫിറോസുദ്ദീൻ സാഹിബ് ബയ്യത്ത് ചെയ്തതിനു ശേഷം കുടുംബത്തിൽ നിന്ന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടതായി വന്നു. ബൈക്കോട്ടും സ്വത്തും നിഷേധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം അഹമ്മദിയത്തിൽ ഉറച്ചു നിന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയ മുഖ്ലിസായ കുടുംബമായിരുന്നു. ഖാസി ഫിറോസുദ്ദീൻ സാഹിബിന് ആസ്മയുടെ വലിയ പ്രയാസമുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനോട് ദുആക്ക് വേണ്ടി അപേക്ഷിച്ചു. ഉസൂർ പറഞ്ഞു, അള്ളാഹു ഷിഫ നൽകും. ഈ ദുആയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന്റെ കഠിനമായ ആസ്മ എന്നേക്കുമായി ഇല്ലാതായി. 80-ലധികം പ്രായം ജീവിച്ചു. ഷഹീദ് മർഹൂമിന്റെ പിതാവ് അബ്ദുൽ ഗനി സാഹിബ് കുടുംബത്തോടൊപ്പം കശ്മീരിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് ഫെബ്രുവരി 2013 റബുവിൽ വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തു. ഷഹീദ് ജനിച്ചത് നദേരിയിൽ ആണ്, സ്വന്തം കശ്മീരിൽ. ഇവിടെ മെയ് 4, 1995 ജനിച്ചു. മെട്രിക് വരെ പഠിച്ചു. 1.5 വർഷം മുമ്പ് സൈന്യത്തിൽ സിപ്പാഹിയായി ചേർന്നു. ഇപ്പോൾ ട്രെയിനിങ് പൂർത്തിയാക്കി. പാസിംഗ് ഔട്ട് ട്രെയിനിങ് പൂർത്തിയാക്കിയതിനു ശേഷം ഭീകരവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷനിൽ ബലൂചിസ്ഥാന്റെ സെക്ടറിൽ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു. ഏപ്രിൽ 3-നും 4-നും ഇടക്കുള്ള രാത്രി ഷഹാദത്ത് സംഭവം നടന്നു. ഷഹാദത്തിനു ശേഷം ഷഹീദിന്റെ മൃതദേഹം കറാച്ചി, ലാഹോർ വഴി റബുവയിൽ കൊണ്ടുവന്നു. അവിടെ സൈനിക ബഹുമതികളോടുകൂടി ഖബറടക്കം നടന്നു. ഷഹീദ് മർഹൂം വസിയത്ത് പദ്ധതിയിൽ പങ്കാളിയായിരുന്നു. ഇതുകൂടാതെയും ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ടായിരുന്നു. അതിഥി സൽക്കാരപ്രിയനും സൗഹൃദ ഉള്ള ആളും സഹാനുഭൂതി എന്നീ ഗുണങ്ങൾ പ്രത്യേകം ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും സഹായിക്കാൻ തയ്യാറായിരുന്നു. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുമായിരുന്നു. ഖിലാഫത്തുമായി അങ്ങേറ്റ സ്നേഹമായിരുന്നു. പോസ്റ്റിംഗിന് ശേഷം വിദൂര പ്രദേശത്തായിരുന്നിട്ടും ഫോണിലൂടെ ലൈവായി ഖുത്ബ കേൾക്കുമായിരുന്നു. ഷഹാദത്തിന് 2 ദിവസം നന്മയും വളരെ ഉന്നതമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശബ്ദം വളരെ നല്ലതായിരുന്നു. ജോലിക്കിടയിൽ ഒരു ഫംഗ്ഷനിൽ ഇദ്ദേഹത്തിന് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഒരു കവിത നല്ല ശബ്ദത്തിൽ ചൊല്ലിക്കേൾപ്പിച്ചു. അനഹമ്മദികളുടെ മുന്നിൽ ഒരുപാട് അനഹമ്മദികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ വളരെയധികം പ്രശംസിച്ചു. പിന്നീട് അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയധികം മനോഹരമായ കവിത ആരുടേതാണ്? ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരിക്കലും ഇത് കേൾക്കാൻ സാധിച്ചിട്ടില്ല. സൃഷ്ടി സേവനം എന്ന ഗുണവും ഇദ്ദേഹത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ജോലിയിൽ നിന്നും 4 മാസത്തെ തുക ഒരുമിച്ച് ലഭിച്ചപ്പോൾ അതേസമയം ഷഹീദായ മറ്റൊരു സൈനികത്തിന്റെ കുടുംബത്തിനത് സമ്മാനമായി നൽകുകയുണ്ടായി. ഇദ്ദേഹം സ്വയം വീടിന്റെ ഏക സംരക്ഷകനായിരുന്നിട്ടുകൂടി ഷഹാദത്ത് ദിവസം രാത്രി ഷഹീദ് മർഹൂമിന്റെ പിതാവ് സ്വപ്നത്തിൽ കണ്ടു. ഷഹീദ് മർഹൂം കുടുംബത്തിലെ മഹാത്മാക്കളോടൊപ്പം ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം പ്രകാശപൂരിതമായിരിക്കുന്നു. റബുവയിലായിരുന്ന സമയത്ത് ഇദ്ദേഹം വിവിധ ജോലികൾ ചെയ്തു. സയീമായിരുന്നു. ഉമൂമിയുടെ ജോലികളും ചെയ്തു. കുറച്ചുകാലം മസ്ജിദ് ഖാദിമായും സേവനം ചെയ്തു. കുടുംബത്തിൽ പിതാവ് അബ്ദുൽ ഗനി സാഹിബും മാതാവ് ഗുലാം ഫാത്തിമ സാഹിബയും 2 സഹോദരങ്ങളും 2 സഹോദരിമാരുമുണ്ട്. അള്ളാഹു ഷഹീദ് മർഹൂമിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. കുടുംബത്തിനും ക്ഷമയും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷഹീദ് മർഹൂം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ജുമാക്ക് ശേഷം ഞാൻ ഈ 2 ജനാസയും നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي
تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر